ഓം ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. തിരുവനന്തപുരത്തുള്ള ശ്രീദേവി ശ്യാമാണെന്ന് പാരായണം ചെയ്യുന്നതും അനുഭവങ്ങൾ പറയുന്നതും അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സായിരാം. സായിരാം സർ. എന്റെ സായി മാതാവിന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമം. സ്നേഹം നിറഞ്ഞ വത്സല ചേച്ചി, സതീഷ മാഷ്, ലക്ഷ്മണ മാഷ്, മറ്റു ഇതിൽ കയറിട്ടുള്ള എല്ലാവർക്കും, എന്റെ സഹോദരി സഹോദരൻ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം. ഞാൻ ഇന്ന് വായിക്കുന്നത് ഭഗവാൻ 1985 ജാനുവരി 25 മദ്രാസിലെ സേവാദൾ പ്രവർത്തകരോട് സംസാരിച്ച ഭാഗങ്ങളാണ്. ആ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. സായിരാം. സേവനം ഉത്കൃഷ്ടമായ സാധന. ഇപ്പൊ മനുഷ്യർ അവരുടെ ആത്മതത്വം ഇപ്പോ മറന്നു കഴിഞ്ഞു. അസുരന്മാരെ പോലെയാണ് ഇപ്പോൾ അവരുടെ പെരുമാറ്റം. സ്വയം മനുഷ്യരെന്ന് പറയുന്നെങ്കിലും മനുഷ്യ സ്വഭാവങ്ങളുടെ കാതൽ എന്തെന്ന് അറിയുന്നില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഊന്നൽ നൽകുന്നത് പുസ്തകങ്ങളിലാണ്. അവഗണിക്കപ്പെടുന്നതാകട്ടെ സദാചാരവും സ്വഭാവവും. ലോക ജനസംഖ്യയിലെ 70% യുവാക്കളാണ്. അവർ നാളത്തെ കഴിവുറ്റ സാരഥികളാകേണ്ടവരാണ്. ഭാവിയിലേക്ക് അവരുടെ പങ്ക് വഹിക്കാൻ ശരിയായ ശിക്ഷണം ലഭിച്ചില്ലെങ്കിൽ സമൂഹം, രാജ്യം, ലോകം ഒരിടത്തും ശാന്തിയില്ലാതെ വരും. ഇളം തലമുറയ്ക്ക് ശരിയായ ശിക്ഷണം നൽകുന്നതിന് സായി സംഘടന 5 മാർഗദർശക തത്വങ്ങൾ അനുശാസിക്കുന്നു. അത് സത്യം, കുറ്റമറ്റ പെരുമാറ്റം, ശാന്തി, പ്രേമം, അഹിംസ എന്നിവയാണ്. അപ്പൊ ഈ 5 തത്വങ്ങളുടെയും പ്രാധാന്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സംഭവങ്ങളുടെ കൃത്യമായ വിവരണം മാത്രമല്ല സത്യം. സ്ഥലകാലാതീതമായ മാറ്റമില്ലാത്ത ശാശ്വത സത്യമാണ് ഇവിടെ സത്യം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. പ്രേമം നിങ്ങളുടെ പ്രകൃതത്തിന്റെ ഭാഗമാണെങ്കിൽ സത്യം അവിടെ ഉണ്ടാവും. പ്രേമ ഉത്തമ സാധാരണ ഘടകം. ശുദ്ധീകരിച്ച മനസ്സിൽ നിന്ന് പ്രേമം പുറപ്പെടുമ്പോൾ ചിന്ത ശരിയായ പ്രവർത്തനത്തിൽ എത്തുന്നു. അപ്പോൾ കർമ്മവും ധർമ്മവും പ്രേമവും നിങ്ങളുടെ അനുഭവജ്ഞാനത്തിന്റെയും ചിന്തയുടെയും കർമ്മത്തിന്റെയും ഭാഗമാകുമ്പോൾ ശാന്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രേമം പൂർണ്ണതോതിൽ ഗ്രഹിക്കുമ്പോൾ സ്വയമേ അത് അഹിംസയിലെത്തുന്നു. അതിനാൽ പ്രേമം 4 മൂല്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന അന്തർപ്രവാഹമാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രേമം പ്ലസ് ചിന്ത സത്യം, പ്രേമം പ്ലസ് അനുഭൂതി ശാന്തി, പ്രേമം പ്ലസ് കർമ്മം ധർമ്മം, പ്രേമം പ്ലസ് വിവേകം അഹിംസ. ഈ മൂല്യങ്ങളെ എല്ലാം ഉത്തമ സാധാരണ ഘടകമാണ് പ്രേമം. ഈശ്വരാകാരം കാരണം ഈശ്വരൻ പ്രേമമാകുന്നു. പ്രേമം നൽകുന്നവൻ മനുഷ്യനും അത് പരിപോഷിപ്പിക്കാത്തവൻ മൃഗവുമാണ്. പ്രേമമോ പ്രേമരാഹിത്യമോ ആണ് ഒരുവനെ മൃഗവും മനുഷ്യനും ഈശ്വരനുമാക്കി തീർക്കുന്നത്. പ്രേമം പരിപോഷിക്കുവാൻ ഇളം മനസ്സുകളാണ് കൂടുതൽ സാധ്യത. ലൗകിക വസ്തുക്കളോടുള്ള ആസക്തിയിൽ മനസ്സിന്റെ മൃദുത്വം നഷ്ടപ്പെടുന്നു. അനാത്മികമായ ലോകത്തിലേക്ക് മനസ്സ് തിരിയുമ്പോൾ ജീവിതം കൃത്രിമമാകുന്നു. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ആളുകളെ സ്വാഗതം ചെയ്യുന്നത് കൃത്രിമമായാണ്. അവിടെ പറയുന്ന നമസ്കാരത്തിൽ അഹങ്കാരമുണ്ട്. ആദരവ് നൽകുന്നത് അവിടെ സ്ഥാനത്തിനാണ്. അത് കൃത്രിമമാണ്. ഹൃദയത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് സത്യം. മറ്റുള്ളവർക്ക്
പ്രേമത്തോടെ സേവനം ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അയാളെ ആദരിക്കണം. ഔപചാരികമായ കർമ്മമല്ല പ്രധാനം, കർമ്മത്തിന് പുറകിലുള്ള സന്മനസ്സിനെയാണ് ആദരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നാം വളർത്തിയെടുക്കേണ്ടത്. പ്രേമം നിറഞ്ഞ മൃദുല ഹൃദയമാണ് യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒന്നിനെ അല്ല. ഹൃദയം പ്രേമശൂന്യമെങ്കിൽ ചെയ്യുന്നതെല്ലാം പ്രയോജന ശൂന്യമായിരിക്കും. ഗുരുവിനും ഇതിൽ പങ്കുണ്ട്. ഗുരു ജലസംഭരണി പോലെയാണ്. സംഭരണിയിൽ ശുദ്ധവും നല്ലതുമായ ജലമുണ്ടെങ്കിൽ ടാപ്പുകളിൽ നല്ല ജലം കിട്ടും. വിദ്യാർത്ഥികൾ ടാപ്പുകൾ പോലെയാണ്. അധ്യാപകർ നല്ലവരെങ്കിൽ കുട്ടികളും നല്ലവരായി തീരും. ഗുരുനാഥന്മാർക്ക് ശ്രേഷ്ഠമായ ആദർശങ്ങൾ ഉണ്ടെങ്കിൽ അവ വിദ്യാർത്ഥികളിൽ പ്രതിഫലിക്കും. അവർ നാളത്തെ നായകരും പൗരന്മാരുമാണ്. കുട്ടികളെ എന്ത് പഠിപ്പിക്കണമെന്നതിൽ അധ്യാപകർ പ്രാവീണ്യം നേടണം. രാഷ്ട്ര നന്മയ്ക്കുള്ള ത്യാഗ മനോഭാവം അധ്യാപകൻ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സദൃശ്യമായ ആദർശം ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ തെറ്റ് തിരുത്തുന്നതിന് മുമ്പേ തന്നെ അധ്യാപകർ കുറ്റമറ്റവരാകണം. മാനുഷിക മൂല്യങ്ങൾ വിപണിയിലെ വിൽപ്പന വസ്തുക്കളല്ല. അവ ഒരുവന്റെ പെരുമാറ്റത്തിലും ജീവിത ശൈലിയിലും പ്രതിഫലിക്കേണ്ടതാണ്. അവ വിഷയമായി പഠിപ്പിക്കേണ്ടതുമല്ല. അവയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജീവിതം പടുത്തുയർത്തേണ്ടതാണ്. അധ്യാപകൻ സാധനയിൽ കൂടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ത്രികരണ ശുദ്ധി, അതായത് ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയുടെ പൊരുത്തം നേടണം. ഈ ത്രികരണ ശുദ്ധി സമ്പാദിച്ചാൽ നിങ്ങൾ ഒരു ആദർശവാനായ അധ്യാപകനായി തീരും. മനുഷ്യനിൽ ആത്മീയത ഉണർത്തുന്നതിന് ക്ഷേത്രങ്ങൾ ശക്തമായ പങ്ക് വഹിക്കുന്നുണ്ട്. അവ ദിവ്യത്വത്തെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. യഥാർത്ഥ ക്ഷേത്രം മനുഷ്യന്റെ ഹൃദയമാണ്. ഇത് മറന്ന് അവൻ പുറമേയുള്ള ക്ഷേത്രങ്ങൾ തേടി പോകുന്നു. അമ്പലങ്ങൾ നിർമ്മിക്കുന്നത് മനുഷ്യന് ഈശ്വര ചിന്ത ഉണർത്തുന്നതിനാണ്. പക്ഷേ ഈശ്വരൻ അവന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അവിടെയാണ് ഈശ്വരനെ തേടേണ്ടത്. മനുഷ്യൻ എത്രയോ കഷ്ടപ്പാടുകൾ, പരീക്ഷണങ്ങൾ ഇവ ജീവിതത്തിൽ നേരിടുന്നു. എങ്കിലും മനുഷ്യൻ തന്നിലെ ദിവ്യത്വത്തെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ അതായിരിക്കണം അവന്റെ പ്രാഥമിക ജീവിത ലക്ഷ്യം. മനുഷ്യൻ അവന്റെ നശ്വരമായ ശരീര സംരക്ഷണത്തിലാണ് കാര്യമായ ശ്രദ്ധയും ശുശ്രൂഷയും ചെലുത്തുന്നത്. അവർ സ്ഥായിയായ ആനന്ദത്തിലേക്ക് നയിക്കുന്ന സത്ചിന്തകളും സത്പ്രവൃത്തികളും വളർത്തിയെടുക്കുന്നില്ല. സജ്ജന സംഗമത്തിന് അമ്പലങ്ങൾ അവസരമേകുന്നു. അതിൽ നിന്നും മനസ്സിന് ശാന്തിയും ലഭിക്കുന്നു. ക്ഷേത്രത്തിൽ പോകുക എന്നത് യാന്ത്രികമായ ഒരു ചടങ്ങാവരുത്. ക്ഷേത്രത്തിലെ പവിത്രമായ അന്തരീക്ഷത്തിന് അനുയോജ്യമായ നല്ല ചിന്തകൾ വളർത്തിയെടുക്കണം. വിഭുവിന്റെ നാമം ചുണ്ടിൽ നിന്ന് മാത്രം ഉതിരുന്നതാവരുത്, ഹൃദയത്തിൽ നിന്ന് തന്നെ ഉയരുന്നതായിരിക്കണം. ഈശ്വരനാമം സമ്പാദിക്കുക എന്നത് കടലിന് അഗാധയിൽ നിന്ന് വിലപ്പെട്ട മുത്ത് ലഭിക്കുന്നത് പോലെയാണ്. ഒരിക്കൽ അത് ലഭിച്ചു കഴിഞ്ഞാൽ കൈമോശം വരാതെ കാക്കണം. നാമ ജപ ആവർത്തനം കൊണ്ട് ഈശ്വരന്റെ വിശ്വാസം ശക്തമാക്കണം. എല്ലാ കർമ്മങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ വിശ്വാസമായിരിക്കണം. പാലിൽ നിന്നും വെണ്ണ ലഭിക്കാൻ ഉറക്കൂട്ടി കലക്കുന്ന പോലെ ഈശ്വരവിശ്വാസം വളർത്തുവാൻ ആധ്യാത്മിക യജ്ഞം ആവശ്യമാണ്. തീപ്പെട്ടി കൊള്ളുകൊണ്ട് ഉരച്ചാൽ മാത്രമേ അതിലുള്ള തീ നമ്മൾ കാണുകയുള്ളൂ. അതുപോലെ ആത്മീയ യജ്ഞങ്ങളിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. സർവേശ്വരന് 2 രൂപങ്ങളാണുള്ളത്. ഒന്ന് ലക്ഷ്മി നാരായണനും ഒന്ന് ദരിദ്രനാരായണനും. മിക്കവാറും ആളുകൾ സ്വന്തം ശ്രേയസ്സും ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ ലക്ഷ്മി നാരായണനെ ആരാധിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. ചുരുക്കം ചിലർ മാത്രമേ ദരിദ്രനും അശരണമായ രൂപത്തിൽ വരുന്ന വിഭുവിനെ ആരാധിക്കാൻ തിരഞ്ഞെടുക്കുന്നുള്ളൂ. സായി സംഘടനയിലുള്ളവർ ദരിദ്ര നാരായണ സേവയെപ്പറ്റി മാത്രമേ ചിന്തിക്കാവൂ. വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്താൽ അവർ വേഗത്തിൽ സംതൃപ്തരാകുന്നു. ദരിദ്ര നാരായണ സേവ വൃഥാവിലാവുകയില്ല, ശ്രേഷ്ഠമായ സാധനയാണ്. മനുഷ്യൻ സമൂഹത്തിന്റെ സന്താനമാണ്. അതുകൊണ്ട് സാമൂഹ്യ സേവനം എന്നാൽ ഈശ്വര സേവയാണ്. ജാതി, വർണ്ണം, വംശം, ദേശീയ ഭേദവും ഇവ ഇല്ലാതെ അത്തരം സേവ അനുഷ്ഠിക്കണം. എല്ലാ മതങ്ങളുടെയും സത്ത ഒന്ന് തന്നെ. പല കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന കറണ്ട് പോലെ ഒരേ ഊർജം. സാമൂഹ്യ സേവനത്തിൽ അവർ സത്യ, ധർമ്മ, ശാന്തി, പ്രേമ എന്നീ 4 ദർശനങ്ങളും മനസ്സിൽ ഊന്നണം. കറണ്ട് എത്തിക്കുന്ന വയറില്ലെങ്കിൽ പ്രകാശം ചൊരിയാൻ കഴിയാത്ത ബൾബ് പോലെയാണ് സേവനം. ഇവിടെ സത്യം ആണ് കറണ്ട്, ധർമ്മമാണ് വയറ്. അതിലൂടെയാണ് കറണ്ടിന്റെ പ്രവാഹം. ധർമ്മം എന്ന വയർ ശാന്തി എന്ന ബൾബിൽ ഘടിപ്പിക്കുമ്പോൾ പ്രേമം, പ്രകാശം ലഭിക്കുന്നു. സേവനം അനുഷ്ഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ധാരാളം നേരിടേണ്ടി വരും. ആരും അതിൽ വിമുഖരാകരുത്. ധർമ്മത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടിലാണ് പാണ്ഡവർ അനശ്വരമായത്. ആർക്ക് സേവനം ചെയ്യുന്നുവോ അവർക്ക് വേണ്ടി തന്നെയാണ് യേശു ജീവിതത്യാഗം ചെയ്തത്. തന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ പ്രവാചകനായ മുഹമ്മദ് നബിക്കും ഇതുപോലെ ദുരന്തങ്ങൾ സഹിക്കേണ്ടി വന്നു. സേവനത്തിനിറങ്ങുമ്പോൾ സൗഖ്യം കാക്ഷിക്കരുത്. നിസ്വാർത്ഥരും സമർപ്പണവും നിറഞ്ഞ ഭാവത്തോടെ സഹജീവികൾക്ക് അർപ്പിക്കുന്ന സേവനമാണ് എല്ലാറ്റിലും ഉപരിയായ ആരാധന.
ജപം, ധ്യാനം എന്ന ആരാധനകളിൽ സ്വാർത്ഥതയുടെ അംശമുണ്ട്. സേവനം നൈസർഗികമാകുമ്പോൾ അതിന് അതിൻ്റെതായ സൽഫലമുണ്ട്. ഈശ്വരനുള്ള അർച്ചനയായി സേവനം ചെയ്യുക. സേവ ചെറിയൊരു പദം. ആത്മീയ പ്രാധാന്യം നിറഞ്ഞവർക്ക് ആദർശപരമായ സേവനത്തിന്റെ ശ്ലാഘനീയത മാതൃകയാണ്. ഹനുമാൻ സീതയെ തിരഞ്ഞ് ലങ്കയിലെത്തിയ ഹനുമാനോട് നീ ആരെന്ന് രാക്ഷസന്മാർ ചോദിച്ചപ്പോൾ ദാസോഹം കോസലേന്ദ്രസ്യ എന്നാണ് മറുപടി പറഞ്ഞത്. രാമന്റെ വിനീത സേവകൻ എന്ന് വിശദീകരണം കൊണ്ട് ഹനുമാൻ സംതൃപ്തനായി. സേവ സാധനയുടെ ഉദാത്ത രൂപമായി കാണണം. ഗ്രാമങ്ങളിലെ സാധു ജനങ്ങളെ സേവനമാണ് ഏറ്റവും നല്ല സേവനം. ആത്മനിവേദനത്തിലെത്തുന്ന നിരവധി ആരാധനാക്രമങ്ങളിൽ സേവ ആത്മനിവേദനത്തിന് തൊട്ടു മുന്നിലാണ്. പ്രതിഫലേച്ഛയോ അംഗീകാരമോ പ്രതീക്ഷിക്കാത്ത സേവയ്ക്ക് ഈശ്വര കാരുണ്യം ലഭിക്കുന്നു. ചിലപ്പോൾ അഹങ്കാരമോ അഭിമാനമോ സേവാ പ്രവർത്തന വേളകളിൽ തലയുയർത്തുന്നു. ഇത് അപ്പാടെ ഒഴിവാക്കണം. സംസാരത്തിന്റെ മുഖ്യഭാവം ഉള്ളിലെ ആദർശതയും വികാരവുമാകണം. സംസാരത്തിന്റെ ലക്ഷ്യം ഉള്ളു തുറന്ന് ധാരണ വളർത്തുക എന്നതാണ്. ഈശ്വരപ്രേമം വളർത്തുക കസേരകളി പോലെയാണ് ഹൃദയം. അവിടെ ഒരാളിന് മാത്രമേ ഇടമുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരന് മാത്രം ഇടം നൽകുക. സായിരാം. സായിരാം. ശ്രീദേവിയെ അനുഭവം പറഞ്ഞോളൂ. സായിരാം. സായിരാം സർ. സായിരാം. അനുഭവം പറയാൻ തുടങ്ങിയ ഭഗവാന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം. ഞങ്ങള് വളരെ കുട്ടിക്കാലം മുതൽ, അതായത് ഭഗവാൻ ഞങ്ങളെ തേടി വന്നു എന്ന് തന്നെ പറയാം. ആരെന്നറിയാതെ ഭഗവാന്റെ ഫോട്ടോ പൂജിച്ചവരാണ് ഞങ്ങള്. അതായത് മാമന്, എൻ്റെ അമ്മയുടെ ബ്രദർ, ആ ബ്രദറിന് ആരോ ഒരു ഫോട്ടോ കൊടുത്തു ഭഗവാന്റെ. പക്ഷെ മാമൻ അതുകൊണ്ട് ചന്ദനത്തിരി കത്തിച്ചെന്ന് വെക്കുമായിരുന്നു. ഞങ്ങളും അതിൽ പോയി ചെയ്യും. ഞാൻ തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ. ഞങ്ങൾ കൊച്ചു കുട്ടികളാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കുറെ നാൾ പൂജ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോ മാമന്റെ അടുത്ത് ആരോ വീട്ടിൽ വന്നവർ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരാളെ പൂജിക്കേണ്ട കാര്യമില്ല, ഇത് ശരിക്കും തട്ടിപ്പാണ്, കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപടി മാമ ഫോട്ടോ എടുത്ത് മാറ്റി. അപ്പൊ എന്റെ ബ്രദർ എന്ന് പറഞ്ഞ്, മാമ ആ ഫോട്ടോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. മാമനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തോന്ന്, ഞങ്ങള് വിളക്ക് കൊളുത്തുന്ന സ്ഥലം, അന്ന് ഞങ്ങൾക്ക് വലിയ പൂജാമുറിയും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും പടി പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിലാണ് ഞങ്ങൾ എല്ലാ പടങ്ങളും ഇങ്ങനെ വെച്ച് പൂജിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് ഈ ഭഗവാന്റെ പടം, അന്ന് ഭഗവാനൊന്നും അറിയില്ല എങ്കിലും ഇത് കൊണ്ടുവന്ന് ആ വിളക്കിന്റെ നടുക്ക് വെച്ച് ഞങ്ങൾ എല്ലാ ദിവസവും ഭജന ആയിട്ടില്ല എങ്കിലും ലിംഗാഷ്ടകവും പഞ്ചാക്ഷരി മന്ത്രവും രാമനാമവും എല്ലാം പറയും, പൂവും എല്ലാം വെക്കും. അങ്ങനെ കുറെ നാൾ ഇങ്ങനെ കടന്നു പോയപ്പം ഏകദേശം ഇങ്ങനെ കാലം കടന്നു പോയി. ഞങ്ങളും ഈ പൂജയായിട്ട് ഇങ്ങനെ നടക്കും. 1974 ഞങ്ങളുടെ പേരൂർക്കട മണ്ഡലി രൂപീകരിക്കണം കൃഷ്ണനഗറില്. അപ്പൊ അവിടെ ഞങ്ങളെയും വന്ന് വിളിച്ചു. എല്ലാ കുട്ടികളും, ചുറ്റുമുള്ള ആൾക്കാരെയും കുട്ടികളെയൊക്കെ ക്ഷണിച്ച കൂട്ടത്തിൽ ഞങ്ങളെയും വിളിച്ചു. അപ്പൊ ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് അവിടെ പോയി. അപ്പൊ അന്ന് ആ മണ്ഡലിയിൽ, ഞങ്ങളുടെ മണ്ഡലി ഇനോഗ്രേറ്റ് ചെയ്യാനും അതിനെല്ലാം വന്ന പാപ്പനംകോട് സമിതിയിലുള്ള പിന്നെ നാരായണ അപ്പൂപ്പനും കമല ആന്റി, അങ്ങനെ അവിടെ നിന്നാണ് കുറെ പേര്. ഇപ്പൊ ശ്രീകല എന്നൊക്കെ പറയുന്ന അവർക്ക് കുഞ്ഞു പിള്ളേരാ, ശ്രീകല എന്നൊക്കെ പറഞ്ഞ കൃഷ്ണമാൻറ്റിയുടെ മക്കള്. അപ്പൊ അവരെല്ലാരും ഉണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെയാണ് നമ്മുടെ പേരൂർക്കട മണ്ഡലിയിൽ വന്നത്. അപ്പൊ ഞങ്ങളും പോയി ഭജനയ്ക്ക് അവിടെ ചെന്ന സ്വാമിയുടെ പടം അവിടെ ചെന്നപ്പോഴാണ് ഇതേ രൂപത്തിലുള്ള പടം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് സത്യസായി ബാബയാണ്, ഞങ്ങൾ ഇത്രയും നാളും പൂജിച്ചത് സത്യസായി ബാബയാണെന്നുള്ളത് അന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ കുറച്ച് ദിവസം ഞങ്ങളുടെ അവിടെ ഇങ്ങനെ മണ്ഡലി ഭജന എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ ബാലവികാസ് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാലും ബാലവികാസിൽ ചേർന്നു. പിന്നെയാണ് ഞങ്ങൾ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ കാര്യങ്ങളും എല്ലാം പഠിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും എല്ലാം അതിനുശേഷമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഭഗവാന്റെ കാര്യങ്ങൾ 1977 ഞാൻ ആദ്യമായിട്ട് ഭഗവാനെ കാണുന്നത്. ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ്. പക്ഷെ ഞങ്ങളെല്ലാം അകത്ത് ചെന്ന് ഭഗവാനെ കാണാനായിട്ട് നിരന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തെല്ലാം അന്ന് ഭഗവാൻ ഇങ്ങനെ വളരെ സ്പീഡിലും എല്ലാം ഇങ്ങനെ ഈ ഒഴുകി പോകുന്ന പോലെ നടക്കുന്ന പ്രായമുള്ള സമയമാണ് ഭഗവാൻ. അപ്പൊ ഞങ്ങളുടെ എല്ലാം അടുത്ത് വന്നു, ഞങ്ങൾക്കെല്ലാം പാദ നമസ്കാരം തന്നു. ഞാനിങ്ങനെ കയ്യിൽ വിഭൂതി വെച്ച് ഭഗവാനെ കാണിച്ചപ്പോൾ ഭഗവാൻ അതിന് ബ്ലസ് ചെയ്ത് തന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങള് അതിനുശേഷം പല പ്രാവശ്യവും പോയി. എൻ്റെ ബ്രദറും ഒത്തിരി പ്രാവശ്യം ഭഗവാനെ കാണാൻ പോയി. പിന്നെ എൻ്റെ ബ്രദറിനൊരു ചെറിയ ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്.
അപ്പൊ അതിന്റെ സർജറിയൊക്കെ ആ സമയത്താണ് 80-ലാണ് ആ സർജറിയൊക്കെ നടക്കുന്നത്. അപ്പോഴതും കഴിഞ്ഞിട്ടും ഭഗവാനെ കാണാൻ പോയി, സർവീസിന് പോയി. ആ സമയത്തും ഭഗവാൻ എന്തോന്ന്, അപ്പൊ സ്വാമി ഇങ്ങനെ നടന്നു വന്നപ്പോ അനിയൻ പറഞ്ഞ, സ്വാമി എന്റെ ഹാർട്ട്, ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഹാർട്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഭഗവാൻ ഉടൻ തന്നെ ഒരു മോതിരം സൃഷ്ടിച്ചു കൊടുത്തു, ഒരു വെള്ള കല്ലുള്ള ഒരു മോതിരം. എന്നിട്ട് ഇത് നിനക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാ വർഷവും സർവീസിന് പോകും. ആ സമയത്താണ് ഭഗവാൻ, നീ ടൈം ഒട്ടും കീപ്പ് ചെയ്യുന്നില്ല, നിന്റെ സമയം കറക്റ്റാ നീ കീപ്പ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞൊരു വാച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോഴും ആ വാച്ച് കയ്യിൽ തന്നെ ഉണ്ട്, മോതിരവും വാച്ചും. ഇങ്ങനെ 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 ഭഗവാന്റെ പേര്. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ പോണ മിറക്കിൾ എന്ന് പറഞ്ഞാൽ അതല്ല. ഞങ്ങള് 1992-ലാണ് 1992 ഡിസംബർ 3, അതായത് നാളെ, ഡിസംബർ 3 നാളെയാണ്. അപ്പൊ ആ ഡിസംബർ 3-ാം തീയതി എന്റെ ബ്രദറിന്റെ മാരേജ് ആണ്. അത് പുട്ടപ്പർത്തി വെച്ച് ഭഗവാന്റെ റൂമിൽ, പുട്ടപ്പർത്തിയിലെ വൈറ്റ് ഫീൽഡില് ഭഗവാന്റെ റൂമിൽ വെച്ചായിരുന്നു മാരേജ്. ഞങ്ങള് 29-നാണ് അവിടെ എത്തിയത്, അതായത് നവംബർ 29-ന്. ഡിസംബർ 3-ാം തീയതി മാരേജ് ആയതുകൊണ്ട് ഞങ്ങള് നവംബർ 29-ന് അവിടെ എത്തി. ഞങ്ങളുടെ കൂട്ടത്തിൽ 23 പേരുണ്ടായിരുന്നു. അതായത് നമ്മുടെ അമ്പിയ ചേച്ചി, രമ, SFS രമ ചേച്ചി, പിന്നെ ജയശ്രീ ചേച്ചി, വേറൊരു അമൃത ഹോട്ടൽ ജയശ്രീ ചേച്ചി, പിന്നെ ഭദ്രസാറിന്റെ സിസ്റ്റർ, അങ്ങനെ കുറെ പേര് അങ്ങനെയുള്ള, പിന്നെ ആനന്ദകുമാർ ചേട്ടൻ, അങ്ങനെ ഞങ്ങളെല്ലാം കുറെ പേര്, അവരുടെ ഫാമിലിയിലുള്ളവർ, ഞങ്ങളുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും പേരും കൂടെ 23 പേര് പോയി. അപ്പൊ നമ്മൾ ഈ ദിവസവും ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേന്, വൈറ്റ്ഫീൽഡിന്റെ അവിടെ എത്തിയപ്പോ അവിടെ ഒത്തിരി ആളും വണ്ടിയും ബഹളം. അപ്പോഴനിയൻ പറഞ്ഞു, അയ്യോ സ്വാമി ഇനി ഇവിടെ ആണോ എന്തോ, നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ശരിക്കും സ്വാമി വൈറ്റ്ഫീൽഡിലാണ്, പുട്ടപ്പർത്തിയിലില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങ് വൈറ്റ്ഫീൽഡിൽ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോവും എല്ലാ ദിവസവും. പക്ഷെ ഭഗവാൻ ഈ കല്യാണത്തിന്റെ കാര്യമേ മിണ്ടുന്നില്ല. നേരത്തെ എന്റെ കല്യാണം ഇവിടെ വാ, ഇവിടെ വന്ന് മുടിച്ചു തരാം എന്നൊക്കെ സ്വാമി പറഞ്ഞാണ് വിട്ടത്. പക്ഷെ നമ്മൾ ഈ 29, 30, 1, 2 ഒന്നും പോയിട്ട് ഭഗവാൻ കല്യാണത്തിന്റെ കാര്യമേ പറയണില്ല. എന്നിട്ട് ഞങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാം ഇങ്ങനെ റൂമിൽ എല്ലാവരും തിരിച്ചു വരും. സായി ഗായത്രി, ഉറക്കം വരണവരെല്ലാരും സായി ഗായത്രി പറയും, അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു അബദ്ധം കാണിച്ചത്, ഞങ്ങൾ ഇവിടെ കാർഡ് അടിച്ചു. കാരണം ഇവിടെ ഉള്ള എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കണ്ടേ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് റിസപ്ഷൻ വെച്ചേക്കുന്നത്. അപ്പം ഡിസംബർ 6-നാണ് റിസപ്ഷൻ വെച്ചേക്കുന്നത്. ആ സമയത്ത് ഞങ്ങള് ഡിസംബർ 3 കല്യാണം എന്നാണ് ഇത് ചെയ്തത്. അങ്ങനെ അപ്പം അത് പിന്നെയാണ് മനസ്സിലായത്, അതാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. പക്ഷെ ഭഗവാൻ ഈ 2-ാം തീയതി വരെയും നമ്മുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. 2-ാം തീയതി സ്വാമി ദർശനത്തിന് വന്നു, നമ്മളും അവിടെ ഇരിക്കണു. ഇങ്ങനെ വന്നപ്പോ ഇവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ നിന്റെ മാരേജ് ആണ്, രാവിലെ വന്നേക്കണമെന്ന്. അപ്പൊ ഭയങ്കര സന്തോഷം, എന്തുവാ നമ്മളെല്ലാം ഭയങ്കര സന്തോഷമായി. എല്ലാവരും റൂമിൽ വന്നു, ഇതെല്ലാം ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യില് സ്വാമി ചോദിക്കില്ലേ, കല്യാണം കഴിക്കാൻ വന്ന നീ താലി പോലും വാങ്ങിക്കാതെയാണോ വന്നത് എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു താലി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് താലി ഇങ്ങനെ കെട്ടണമല്ലോ, അപ്പൊ അതിന് ത്രെഡ് വേണം. അപ്പൊ ആ ത്രെഡ് എടുത്ത് കഴിഞ്ഞിട്ട് അത് എത്ര എണ്ണം വേണമെന്നൊരു സംശയം. ഇപ്പൊ ഒരാൾ പറഞ്ഞ 7 എണ്ണമാണ് ഇങ്ങനെ വരണ, ഒരാൾ പറഞ്ഞ 6 എണ്ണമാണ്, ഒരാൾ പറഞ്ഞ 5 ആയിരിക്കും. ആർക്കും ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പൊ ഏതായാലും ഈ സപ്തപടികൾ എന്നൊക്കെ കല്യാണത്തിന് പറയില്ല, അതുകൊണ്ട് 7 എണ്ണം എടുത്ത് 7 താലി നൂലെടുത്തിട്ട് ഈ താലി അതിൽ കോർത്ത് നമ്മൾ വച്ചിട്ടാണ് പിറ്റേ ദിവസം പിന്നെ പോകുന്നത്. 3-ന് ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്ന് ദർശനത്തിനിരുന്നു. സ്വാമി വന്നു. അപ്പൊ ഒന്നും പറയുന്നില്ല. സ്വാമി ഇങ്ങനെ നമ്മുടെ അടുത്തൂടെ എല്ലാം ഇങ്ങനെ നടന്ന് എല്ലാവർക്കും ദർശനം കൊടുത്തു. എല്ലാം കഴിഞ്ഞ് സ്വാമി പോവാനായിട്ട് അങ്ങോട്ട് നടന്നിങ്ങനെ ആ ദേവിയുടെ ഒക്കെ ഇത് വച്ചേക്കുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നത് സ്വാമി ഇങ്ങനെ കൈ കാണിച്ചിട്ട് പോയി. അപ്പൊ നമ്മളെല്ലാരും കൂടെ എണീറ്റ് ഓടി ഭഗവാന്റെ പുറകെ. അപ്പൊ ഭഗവാൻ മുമ്പേ നടന്ന് ഞങ്ങൾ പുറകെ എല്ലാരും കൂടെ ഓടിപ്പോയി അവിടെ ചെന്ന് ഭഗവാൻ ഞങ്ങൾ എത്തിയപ്പോൾ ഭഗവാൻ അങ്ങ് എത്തിക്കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ നടന്ന് ചെല്ലുമ്പോ. അപ്പൊ സ്വാമി, എന്നിട്ട് നമ്മൾ നോക്കുമ്പോ സ്വാമി ആ വാതിൽക്ക തന്നെ നിൽക്കുകയാണ് നമ്മളെല്ലാം ഇങ്ങനെ റിസീവ് ചെയ്യാനായിട്ട്. ഭയങ്കര അപ്പൊ ഭഗവാൻ ഇങ്ങനെ നിന്നിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഓരോ ആളായിട്ട് റിസീവ് ചെയ്യണം. അപ്പൊ എന്റെ മോൻ, 2-ാമത്തെ മോന് അന്ന് 5 മാസേ പ്രായമുള്ളൂ. അപ്പൊ അവിടുത്തെ ഈ ഡിസംബറിലെ തണുപ്പും ഇതെല്ലാം ഭയങ്കര കരച്ചില്. അപ്പൊ എനിക്ക് ഈ കരയുന്നു. മുമ്പൊക്കെ നമ്മൾ പൂർണ്ണേന്ദ്രയിലൊക്കെ കയറുമ്പോ ഒച്ചയും ബഹളമൊന്നും കാണിച്ചാൽ കുട്ടികളെ കയറ്റൂല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാനോർത്ത് ഇനി ഇപ്പം കിടന്ന് കരയണോണ്ട് അകത്തോട്ട് കയറാൻ പറ്റൂല എന്തോന്ന് വെച്ച് ഞാൻ അകത്ത് കയറാതെ ഞാൻ പുറത്ത് തന്നെ ഇങ്ങനെ നിന്നു. അപ്പൊ സ്വാമി ഇങ്ങനെ എല്ലാരും വരണവർ അകത്തോട്ട് കയറി എല്ലാരും നേരം ഇരുന്ന് കഴിഞ്ഞു.
അപ്പൊ നോക്കിയപ്പോ ഞാൻ മാത്രം ഇവൻ കുഞ്ഞിനെയും വെച്ച് പുറത്തേക്കണം. അപ്പൊ സ്വാമി ആ വാതിക്ക് വന്നിട്ട് വാമാ, ഭയങ്കര ഒരു അത്ഭുതമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് അകത്ത് കയറി ഇങ്ങനെ നിന്നപ്പോ ഇവ അങ്ങ് വല്ലാണ്ട് കരച്ചില്. അപ്പൊ ഇങ്ങനെ സ്വാമി ഇങ്ങനെ നോക്കിയിട്ട്, അപ്പൊ ഈ ആനന്ദമാചാര്യന്റെ വൈഫ് ഒരു താലത്തിന് ഇങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സ്, അതായത് ഗ്രേപ്സ് അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പൊ സ്വാമി വന്നിട്ട് ആ കർച്ചീഫ് ഉയർത്തിയിട്ട് അതിനകത്തുനിന്ന് ഒരു ഗ്രേപ്സ് എടുത്ത് ആ ഗ്രേപ്സ് കൊണ്ടുവന്ന് നേരെ മോന്റെ വായിലോട്ട് ഇങ്ങനെ പൊളിച്ച് വായിൽ ഒഴിച്ചു കൊടുത്തു. പക്ഷെ ആ നിമിഷം അവന്റെ കരച്ചിൽ നിന്നു. പിന്നെ കരഞ്ഞിട്ടേ ഇല്ല, തീരുവോളം വെറുതെ മടിയിലിരുന്നു. ഇത് കഴിച്ചോ, ഇത് കിട്ടിയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്വാമി വന്ന് ചെയറിൽ നമ്മളെല്ലാം ഇരുന്നതിന്റെ ഫ്രണ്ടിൽ വന്ന് ചെയറിൽ വന്നിരുന്നു. ചെയറിൽ വന്ന് സ്വാമി ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാരേജ്? നമ്മൾ എന്ത് പറയാം ഭഗവാന്റെ അടുത്ത്? ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പം ഭഗവാൻ ആ മാരേജ് എന്താണെന്നൊരു ഡെഫിനിഷൻ കുറെ നേരം നമുക്ക് പറഞ്ഞു തന്നു. ശരിക്കും രണ്ട് വ്യക്തികളുടെ യൂണിയൻ ആണെന്നൊക്കെ പറഞ്ഞ് സ്വാമി അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമില്ല, ഒന്നുമില്ല. സ്വാമി ഇങ്ങനെ ഇതെല്ലാം കുറെ പറഞ്ഞു തന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് സ്വാമി 2-3 മിനിറ്റ് ആ മാരേജ് എന്താണെന്നും മാരേജിന്റെ ആവശ്യത എങ്ങനെ അതിനെ സാക്രിഫൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വാമി പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ സ്വാമിയുടെ ഇടത് കരത്തിൽ ഇങ്ങനെ വലത് കരത്തിലെ 3 വിരൽ വെച്ച് ഇങ്ങനെ ആക്കണം. അപ്പൊ എന്നിട്ടാണ് നമുക്ക് മാരേജിന്റെ കഥ ഇത് പറഞ്ഞു ഞാൻ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ. എന്നിട്ട് സ്വാമി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 2 കൈയിലും ഇങ്ങനെ എടുത്തു. 2 കൈയിലും എടുത്തപ്പോ 2 നൂലിങ്ങനെ 2 സൈഡിലും മഞ്ഞ കളറിൽ ഇങ്ങനെ, ആ മഞ്ഞ കളർ നൂലിന്ന് ഇങ്ങനെ പൊടിഞ്ഞ് മഞ്ഞൾ താഴോട്ട് വീണു. എന്നിട്ട് നടുക്കൊരു ലോക്കറ്റ്, ആ ലോക്കറ്റ് ഇങ്ങനെ വട്ടത്തിലുള്ള ലോക്കറ്റാണ്, നടുക്കൊരു ചുമന്ന കല്ല്. അതിങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങളുടെ അടുത്തുള്ള അടുത്ത ക്വസ്റ്റ്യൻ, മംഗല്യസൂത്രയ്ക്ക് എത്ര ത്രെഡ് ഉണ്ടെന്ന്. നമ്മളവിടെ റൂമില് തർക്കിച്ച കാര്യമാണ് മംഗല്യസൂത്രയ്ക്ക് എത്ര ത്രെഡ് ഉണ്ടെന്നുള്ളത്. ഭഗവാൻ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, മംഗല്യസൂത്രയ്ക്ക് എത്ര ത്രെഡ് ഉണ്ടോ? നമുക്ക് ആർക്കും അറിയില്ലല്ലോ, ഞങ്ങൾ ആരും ഇങ്ങനെ മിണ്ടാതെ നമ്മുടെ സ്വാമി ഇങ്ങനെ ഇളക്കി കാണിക്കണം. അപ്പൊ 6 എണ്ണമാണ്, 6 ത്രെഡാണ് വരേണ്ടത്. എന്നിട്ട് അത് ഓരോന്നും കാണിക്കുകയാണ്. സത്യം, ധർമ്മം, ശാന്തി, പ്രേമ, അഹിംസ ഇങ്ങനെ പറഞ്ഞ് ഒരു സൈഡില്, മറു സൈഡില് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം ഒരു സൈഡ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കെട്ടുന്നത്. കാരണം നമ്മളൊരു മനുഷ്യന്റെ മനസ്സിൽ ഈ എല്ലാം ഉണ്ട്, പഞ്ചമൂല്യങ്ങളും ഉണ്ട്, ഈ ഷഡ് വൈരികളും എല്ലാം ഉണ്ട്. അപ്പൊ ആ എല്ലാം നമ്മൾ അംഗീകരിക്കണം. നല്ല കാര്യവും ഷഡ്വൈരികളായിട്ടുള്ളവരെയും അല്ലാതെ നല്ല ശീലങ്ങളും, ഇതെല്ലാം ഒരു മനുഷ്യനുണ്ട്. അപ്പൊ ഈ 2 കൂട്ടരും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം. അതാണ് അതിന്റെ ആ 6 ത്രെഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് താലി സ്വാമി തന്നെ ബ്രദറിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കെട്ടാൻ പറഞ്ഞു. അപ്പൊ ബ്രദറ് ഇവിടെ കഴുത്തിൽ ഇതിങ്ങനെ താലി കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ സ്വാമിയുടെ പാദത്തില് നമസ്കാരം എടുക്കാൻ പറഞ്ഞു. അപ്പൊ സ്വാമിയുടെ പാദത്തിൽ നിന്ന് പാദ നമസ്കാരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഈ ആശ എന്നാണ് എന്റെ സിസ്റ്ററുടെ പേര്, ആശയുടെ നെറ്റിയിൽ ഇങ്ങനെ സ്വാമി ഇങ്ങനെ നെറ്റിയുടെ ഈ അറ്റത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പുറകോട്ട് ഇങ്ങനെ വരച്ചു. പുറകോട്ട് വരച്ചപ്പോ ഈ എവിടെ വിരല് പോയി നിന്ന് അത്രയും സ്ഥലത്ത് ഇങ്ങനെ കുങ്കുമം, കട്ടക്ക് ഇങ്ങനെ റെഡ് കളറിലെ കട്ട കുങ്കുമം, ഭയങ്കര. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവര് രണ്ടാളും കൂടെ രണ്ടുപേരും കുനിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നിവർന്നപ്പം സ്വാമി കൈ പൊക്കി ഇങ്ങനെ ഇവിടെ തലയ്ക്ക് മേളിൽ ഇങ്ങനെ കാണിച്ചപ്പം ഫുള്ള് അതിൽ നിന്ന് ഇങ്ങനെ അക്ഷതം താഴോട്ട് പിടിപിടിപിടിപിട. നമ്മളെല്ലാം അതൊക്കെ പറക്കി കയ്യിൽ വെച്ചു തിന്നവരുണ്ട്. പക്ഷെ അതിങ്ങനെ കുറേ സമയം അതിങ്ങനെ മേളില് തലയുടെ മേളിലും പുറത്തുമായിട്ട് ഇങ്ങനെ വീണോണ്ടിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2 പേർക്കും വീണ്ടും പാദ നമസ്കാരം കൊടുത്തു. പിന്നെ നമ്മൾക്കൊന്നും ആദ്യം വന്ന് നിന്നപ്പോഴേ പറഞ്ഞു ആരും പാദ നമസ്കാരം എടുക്കരുതെന്ന് പറഞ്ഞു. ഒരുത്തരെ പാദ നമസ്കാരം എടുക്കരുതെന്ന് കൈ കാണിച്ചിട്ടാണ് ഭഗവാൻ വന്നിരുന്ന് ഇതെല്ലാം പറഞ്ഞു. എന്നിട്ട് 2 ആൾക്കും ഡ്രസ്സ് കൊടുത്തു, പട്ടുമുണ്ടും ജുബയും ബ്രദറിനും പിന്നെ സിസ്റ്ററിലേക്ക് നേവി ബ്ലൂവില് ഫുൾ ഇങ്ങനെ കസവ് ത്രെഡാണ്, കസവും നൂലും കൂടെ ചേർന്നുള്ള സാരി, ഇങ്ങനെ മടങ്ങൂല, ഒരുമാതിരി ഈ ലോകത്തിലുള്ള സാരി പോലെ അത്രയും അങ്ങനെയുള്ള ഒരു സാരി
സാരിയും അതും കൊടുത്ത് ഇതും കൊടുത്തിട്ട് മാല എല്ലാം ഭഗവാൻ തന്നെ കൊടുക്കുകയാണ്, കഴുത്തിയിടാനുള്ള ഹാരം എല്ലാം. ഇതെല്ലാം കൊടുത്ത് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഡ്രസ്സ് കൊടുത്തത്. ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് സ്വാമി ഇങ്ങനെ നിരന്ന് നിന്നത് ഫോട്ടോ എടുക്കാനായിട്ട്. സ്വാമി ഒന്ന് നടുക്ക് നിന്നിട്ട് ഇവർ രണ്ടുപേരെയും നിർത്തി, എന്റെ അച്ഛൻ അമ്മ അവരെ എല്ലാരെയും കൂടെ നിർത്തി സ്വാമി ഫോട്ടോ എടുത്ത്. ഇതാണ് ഫോട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ എപ്പോഴാ പോണേന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് ഇന്ന് ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഒരുപാട് ഞങ്ങളുടെ കൂടെ വന്ന ഒത്തിരി ആൾക്കാരും പുട്ടപ്പർത്തി കണ്ടിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് പുട്ടപ്പർത്തി പോയി പുട്ടപ്പർത്തി എല്ലാം ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവന് പറ്റൂല, ഇപ്പൊ തന്നെ പോണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം, എന്ത് ചെയ്യുന്നു. അപ്പം എന്റെ മോൻ കുഞ്ഞല്ലേ, അപ്പൊ സ്വാമിയുടെ അടുത്തോട്ടും ബ്രദർ എന്നെ എന്റെ മോനെ വാങ്ങിച്ച് സ്വാമിയുടെ അടുത്തോട്ട് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, സ്വാമി അവനൊരു പേരിടണം സ്വാമി എന്ന് പറഞ്ഞു. അപ്പം ഉടനെ ചോദിച്ച് അവന് തമിഴിലാ ചോദിക്കണം അച്ഛന്റെ നാളെന്തോ. അപ്പം ഞങ്ങൾ പറഞ്ഞു വിശാഖം, അമ്മയുടെ നാളെന്തോ ചോദിച്ചു കാർത്തിക. അപ്പൊ അവനക്ക് നാളെന്നാ കുഞ്ഞിന്റെ നാള്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടാ. എന്നെ കേട്ടാ സ്വാമി? എനിക്ക് അതൊക്കെ ഒന്ന് ആലോചിക്കാൻ സ്വാമി എന്നെ കേട്ടാ, തൃക്കേട്ടാ. അപ്പൊ ഞാൻ പിന്നീട് ഇതുപോലെ കേട്ടാന്ന് പിന്നെ പറയുമ്പോ അമ്മ പറയുന്നത്, നിന്നെ സ്വാമി ഉപദേശിച്ചല്ലേ തൃക്കേട്ടാന്ന് പറയുന്നിട്ട് നീ കേട്ടാന്ന് പറയുന്നല്ലോ. എന്നിട്ട് ഞാന് പിന്നെ ഉടനെ സ്വാമി പേരിട്ടു ഗുണരഞ്ജൻ. പക്ഷെ ജയശ്രീ ചേച്ചിയൊക്കെ ഇപ്പോഴും ഗുണരഞ്ജൻ എന്ന് വിളിക്കും. പക്ഷെ അവന്റെ പേര് നമ്മൾ അതിനു മുമ്പേ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ നിതിൻ ശ്യാം എന്ന് പേരിട്ടു. അപ്പൊ പിന്നെ അതിൽ നിന്ന് പിന്നെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിലൊക്കെ രഞ്ജൻ എന്ന് വിളിക്കും, ഗുണരഞ്ജൻ എന്നും വിളിക്കാറുണ്ട്. എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു ഉടനെ പോണം എന്ന് പറഞ്ഞു. ഉടനെ വീട്ടിൽ പോണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് സ്വാമി പറഞ്ഞു പോണ്ട, നിങ്ങള് നാളെ ഇന്ന് തന്നെ പോണം, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് അന്ന് തന്നെ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ 5-ാം തീയതി ഇവിടെ എത്തുന്നു. 6-ാം തീയതി ബാബറി മസ്ജിദ് ബഹളം, ലോകം മുഴുവൻ അടിയും ബഹളം. ഞങ്ങളെ ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോയാൻ അവിടെ നിന്നെങ്കിലും. പക്ഷെ അതുകൊണ്ടാണ് സ്വാമി നമ്മുടെ അടുത്ത് തിരിച്ച് പോരാൻ പറഞ്ഞത്. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ മിറക്കിൾ ജീവിതത്തില്. പിറ്റേ വർഷം കുളന്തയും കൊണ്ട് വാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോളെയും കൊണ്ട് അനിയനും ബ്രദറും വൈഫും കൂടെ പോയി. ഭഗവാൻ തന്നെ ആ കുട്ടിക്ക് ചോറും കൊടുത്തു. കയ്യിൽ പ്രസാദം വെച്ചുകൊണ്ടിരുന്നപ്പം സ്വാമി തന്നെ വന്ന് അതിൽ നിന്ന് പായസം എടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്ത്. അങ്ങനെ ഭഗവാൻ നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കാറുണ്ട്. സായിരാം സായിരാം സായിരാം. ഭഗവാന്റെ പ്രസന്റേഷൻ സായിരാം നന്നായി അനുഭവം. ప్రేమ స్వరూపులారా, embodiments of love. మానవత్వం ఈనాడు చాలా దివ్యత్వాన్ని పొందవలసినటువంటి స్థితిని కోల్పోతుండాలి. The humanity has lost its position in understanding the divinity. లౌకికమైనటువంటి సుఖ సంతోషముల నిమిత్తమే ప్రాకులాడుతున్నారు. They are aspiring for physical, ephemeral, transient pleasure. ఒక్కొక్క దేశం పైన పడి దానిని భస్మం గావించాలని ప్రయత్నిస్తున్నారు. Each country tries to destroy the other country. ఇది చాలా దుష్ట బుద్ధులు. This wicked feeling. అన్ని దేశములు సుక్షేమంగా ఉంటుండాలి. All countries should prosper. లోక సమస్త సుఖినో భవంతు, అందరూ సుఖంగా ఉంటుండాలి. Everybody should be happy. అందరి సుఖాన్ని కోరినప్పుడే నీ సుఖం కూడా చేరుతుంది. If we aspire for happiness everyone, your happiness సుఖాన్ని మనం కోరక తన సుఖమే తాను కావాలంటే తనకు ఏమాత్రమూ సుఖం లభ్యం కాదు. Without thinking so, if you want your own happiness, you can never acquire it. కనుక దివ్యాత్మ స్వరూపులారా, So embodiments of divine art, మానవులైనటువంటి వారు, the human beings, ఈ దేశ అసూయ ఆడంబరములకు అవకాశం అందించరాదు. should never give scope for this hatred, jealousy and pomp. ఈ అహంకారం అనేటువంటిది మానవుని అతపతనం చేస్తుంటుంది. The ego that will put man to ruin. ఈ ఒక అహంకారములకు ఏమాత్రం అవకాశమే లేదు. We should never give scope for this ego. ఈ అహంకారం కేవలం అజ్ఞానం యొక్క మొదటి లక్షణం. Ego is the sign of ignorance. దానికి ఇచ్చే రెండవ బ్రదరే ఈ యొక్క అసూయ. The second brother of this is jealousy. ఈ రెండూ చేరిన ఇంకా ఒకటి చీడ పురుగు, ఒకటి వేరు పురుగు. When these two are there, one is the pest, the other one is insect. ఈ చీడ పురుగు వేరు పురుగు చేరితే చెట్టు శిథిలమైపోతుంది. The pest and insects kill the plant.
కనుక ఈ రెండింటిని మాత్రం మనం అవకాశంగా ఇవ్వరాదు. We should not give scope for these two. పవిత్రమైనటువంటి మానవుని హృదయము పరమాత్మని పీఠంగా ఉంటుండాలి. The sacred heart is the very throne of the Lord. అటువంటి పరమాత్మని పీఠమైనటువంటి యొక్క హృదయం లోపల ఈ దుర్గుణములను మనం ప్రవేశపెడితే ఎవరికి నష్టము? నీకే నష్టం. When that sacred seat of the Lord should not give any scope for these bad ideas, you are to loss. దుర్గుణములను మనం ప్రవేశపెట్టరాదు. We should never entertain bad feelings. దుర్భావములను మనం ఏమాత్రం కూడా భావించరాదు. We should not have any kind of bad thoughts. సత్యనిత్యమైనటువంటి యొక్క దివ్యత్వాన్ని మనం విస్మరించి We should have absolute faith in the truth which is ప్రేమతత్వాన్ని అభివృద్ధి గావించుకొని we should develop love. అందరి యొక్క ఐక్యతను కూడా మనం ఆశించాలి. We should also expect unity, strive for it. ఈ కుల మత భేదములు అనేటువంటి దాన్ని కూలద్రోయండి. There should not be any differences based on అందరిది ఒకే కులమే. There's only one caste. అదే మానవ కులము. That is the caste of humanity. అందరిది ఒకే భాషనే. All have only one language. అదే హృదయ భాష. The language of the heart. అందరిది ఒకే మతమే. There's only one religion. అదే దివ్యమైనటువంటి మతము. That is the divine religion. സായിരാം ഭജന പാടാം. സായിരാം. മധുവന സഞ്ചാരി ശ്യാമ മുരാരി, മധുവന സഞ്ചാരി ശ്യാമ മുരാരി, ശ്രീ മധുസൂദന മുരളീധാരി, ശ്രീ മധുസൂദന മുരളീധാരി, മധുവന സഞ്ചാരി ശ്യാമ മുരാരി, മാധവ മോഹന മയൂര മകുടധര, മാധവ മോഹന മയൂര മകുടധര, മധുരാനാഥ സായി ഗിരിധാരി, മധുരാനാഥ സായി ഗിരിധാരി, മധുവന സഞ്ചാരി ശ്യാമ മുരാരി, ശ്രീ മധുസൂദന മുരളീധാരി, മധുവന സഞ്ചാരി ശ്യാമ മുരാരി, മാധവ മോഹന മയൂര മകുടധര, മയൂര മകുടധര, മയൂര മകുടധര, മാധവ മോഹന മയൂര മകുടധര, മധുരാനാഥ സായി ഗിരിധാരി, മധുരാനാഥ സായി ഗിരിധാരി, മധുവന സഞ്ചാരി ശ്യാമ മുരാരി. സായിരാം. സായിരാം വത്സലമായിണ്ടല്ലോ. സായി ഉപമ പറയുന്നുണ്ടോ? സായിരാം. ഇല്ല മാഷേ, നാളെ പറയാം. ഓക്കെ ഓക്കെ. ശാന്തി മന്ത്രം ജപിക്കാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹപൂർണമായ